നമസ്കാരം. രാജ്യത്തെ ഞെട്ടിച്ച് നോട്ട് നിരോധനം ഏർപ്പെടുത്തി നരേന്ദ്രമോദി ജനങ്ങളോട് തേടിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അസാധുവായ നോട്ട് ഇന്നുകൂടി ജനങ്ങൾക്ക് നിക്ഷേപിക്കാം. നാളെ മുതൽ രാജ്യം എങ്ങോട്ട്, സാമ്പത്തിക സ്ഥിതി എങ്ങോട്ട്, വിവിധ മേഖലകൾ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നു. നോട്ട് പ്രതിസന്ധി ബജറ്റിനെയും തളർത്തി. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ തകിടം മറിച്ച സാഹചര്യത്തിൽ ജനുവരിയിൽ അവതരിപ്പിക്കാനിരുന്ന സംസ്ഥാന ബജറ്റ് അവതരണം മാറ്റിവെച്ചു. നോട്ട് പ്രതിസന്ധിയും കേന്ദ്ര ബജറ്റും പരിഗണിച്ചാകും ഇനി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയെന്ന് ധനവകുപ്പ് അറിയിച്ചു. കേരളത്തിലെ ബഡ്ജറ്റ് നേരത്തെ ആക്കാൻ പറ്റില്ല. മറിച്ച് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അത് സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ശമ്പളത്തിന് മുടക്കമുണ്ടാവില്ല. കൃത്യം ജനുവരി 3 മുതലുള്ള ദിവസങ്ങളിൽ എന്നാണോ ശമ്പളം ലഭിക്കേണ്ടത് അവർക്കന്ന് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തിരിക്കും. ഇപ്പോൾ ഡോക്ടർ ഐസക് തത്സമയം നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ തോമസ് ഐസക്, അതീവ ഗുരുതരാവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കാരണം ബജറ്റ് സംസ്ഥാനത്തിൻ്റെ മാറ്റിവെക്കുക ഒരു അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം ഒരു പക്ഷേ ഉണ്ടാകാവുന്ന ഒരു രീതി അല്ലെങ്കിൽ അവലംബിക്കാനാകാത്ത ഒരു സ്ഥിതി. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകേണ്ടി വരുന്നു സംസ്ഥാനത്ത്? എങ്ങനെയാണ് താങ്കൾ വരാൻ പോകുന്ന നാളുകളെ ഉറ്റുനോക്കുന്നത്? സാധാരണ നമ്മുടെ ബഡ്ജറ്റ് ഫെബ്രുവരി അവസാനമാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തവണ ബഡ്ജറ്റ് നേരത്തെയാക്കാൻ തീരുമാനിച്ചു. നേരത്തെയാക്കുമ്പോഴും ഫെബ്രുവരി ആദ്യമാക്കാനേ പറ്റത്തുള്ളൂ, ജനുവരിയിലാക്കാൻ കഴിയില്ല. അപ്പം അതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് നേരത്തെയാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത് സാധ്യമല്ലാത്ത പ്രത്യേക സുവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഒരു സാധാരണ വർഷമല്ല, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ വർഷമല്ല. നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ നിന്ന് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ എത്ര ശതമാനം കൂടുമെന്ന് കരുതണം? ഡിസംബർ മാസത്തിൽ വേണോ, ജനുവരി മാസത്തിൽ വേണോ? ആ അനുഭവം കൂടി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഇരിക്കും അടുത്ത വർഷത്തെ. 10% വെച്ചാൽ മതിയോ, 14% വെക്കാമോ തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്, കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലെ കഴിഞ്ഞ തവണ വരെയും നമുക്ക് പ്ലാനിങ് കമ്മീഷനൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം എത്ര തുക പ്ലാനിൽ കിട്ടുമെന്നൊക്കെ. ഇപ്പോൾ ഒരു തിട്ടവുമില്ല, അവർ തീരുമാനിച്ചു തരുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ. കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനത്തിന് എന്ത് സംഭവിക്കും? കേന്ദ്രം എന്താ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് വല്ലതും ധാരണയുണ്ടോ? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചൊരു ധാരണയില്ലാതെ ഒരു സാങ്കല്പിക കണക്ക് വെച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതുപോലെ നേരത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഇത്തവണ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ മുൻ വർഷങ്ങളെന്ന പോലെ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ ചിലപ്പോൾ മാർച്ച് ആദ്യം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ശ്രീ തോമസ് ഐസക്, അതായത് നമുക്ക് പ്രഖ്യാപിച്ച കഴിഞ്ഞ ബഡ്ജറ്റിലെ പദ്ധതികളുണ്ട്, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ ചെലവുകൾ, മാത്രമല്ല ഉൽപാദന അല്ലെങ്കിൽ സർക്കാരിൻ്റെ നികുതി വരുമാനം അത് ഉദ്ദേശിച്ച രീതിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോട് കൂടി ബഡ്ജറ്റിൽ ഒരു നിശ്ചിത ശതമാനത്തിലേക്ക് താങ്കളടക്കമുള്ള ഒരു കണക്ക് പറഞ്ഞു, അതിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കടക്കാൻ കൂടി കഴിയാത്ത ഒരു സാഹചര്യം. ഇവിടെ ക്ഷേമ പദ്ധതികൾ നിലനിർത്തണം, പെൻഷൻ വലിയ സംഖ്യ, ഇതൊക്കെ ഏത് രീതിയിൽ ഒരു റെക്ടിഫിക്കേഷൻ താങ്കളുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരു മാജിക് എന്നൊക്കെ നമ്മൾക്ക് സംഭവിക്കുമെന്ന് പറയാമെങ്കിലും അത് എത്രത്തോളം എന്നത് വലിയൊരു ഈ അർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ചിന്തിക്കുക കൂടി വയ്യ. എങ്ങനെ റെക്ടിഫിക്കേഷൻ താങ്കൾ കാണുന്ന ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും അടിയന്തരമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള പദ്ധതി എന്താണ്? പക്ഷേ ഈ ആപത്തൊരു അവസരമാക്കി മാറ്റാമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വരുമാനം ഇടിയാൻ പോകുന്നു, അതാണ് നാട്ടിലെ വരുമാനം കുറയാണ്. നാട്ടിലാണെങ്കിൽ പണം ചെലവാക്കാനൊരു പിശുക്ക്. ഇപ്പം അതല്ലേ നാട്ടിലെ പ്രശ്നം. സർക്കാർ ഇപ്പം നോട്ടച്ചടിക്കുന്നുണ്ട് കൂടുതൽ. ഈ നോട്ടച്ചടിച്ചിട്ടും നോട്ട് ക്ഷാമം തീരുന്നില്ല. ഇത്രയേറെ നോട്ടടിച്ച് ഇറക്കിയിട്ടും ഡിസംബർ മാസത്തേക്കാൾ കറൻസിക്ക് ക്ഷാമമാണ്
സംസ്ഥാനത്ത്. ഇതാണ് റിസർവ് ബാങ്ക് കുറ്റം നമ്മളോട് പറയുന്നത്. എന്താ അതിൻ്റെ കാരണം? ആളുകൾ പണം ചെലവാക്കുന്നവരും കിട്ടിയ നോട്ട് സൂക്ഷിക്കുക, അവർ പുതിയ നോട്ടുകൾ പൂഴ്ത്തിവെക്കുകയാണ്. ഇതൊക്കെ പുതിയ സംഭവവികാസങ്ങളാണ്. അച്ചാൽ രൂക്ഷമായിട്ടുള്ള ഒരു മുരടിപ്പ് സാമ്പത്തിക വളർച്ച വരികയാണ്. ഇങ്ങനൊരു കാലത്ത് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ചെലവ് എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കണം, പണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. സർക്കാരും കൂടി ചെലവ് ചുരുക്കാൻ പോയാൽ പിന്നെ മുരടിപ്പ് അതിരൂക്ഷമാകും. അതുകൊണ്ട് ഇതൊരു അവസരമാക്കി മാറ്റി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാവും. അതുപോലെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ, അതിലിപ്പം നമ്മുടെ കിഫ്ബി നല്ലൊരു ഉപാധിയാണ്. പരമാവധി നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി നൽകുന്നതിനും അങ്ങനെ ഒരു മാന്യവിരുദ്ധ പാക്കേജായിട്ട് നമ്മുടെ കേരളത്തിലെ ബഡ്ജറ്റിനെ മാറ്റുന്നതിനുമുള്ള പരിശ്രമമായിരിക്കും കേരള സർക്കാർ ചെയ്യുക. യെസ്, തീർച്ചയായും. ഒരു കാര്യം കൂടി, അതായത് ഇന്ന് ദിനത്തിന്റെ പ്രത്യേകത കൂടി താങ്കൾക്കറിയാം. ഇന്ന് ഡിസംബർ 30. രാജ്യത്തിന്റെ ഭരണാധികാരി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ഒരു ചരിത്ര നിമിഷത്തിൽ, അത് ഏറ്റുപറച്ചിലിന്റെ സമയപരിധി അത് അവസാനിക്കുന്ന ഒരു ദിനം. ഈ ദിനത്തിൽ നാളെ ഒരുപക്ഷെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കാം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടമായ ജനങ്ങളുടെ മേൽ 50 നാൾ തോളിലേറ്റിയ ഭാരം ചെറിയ അർത്ഥത്തിലെങ്കിലും മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരം എന്തെങ്കിലും സാമ്പത്തികമായി ഇന്നത്തെ സ്ഥിതിക്ക് മാറ്റം വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ കൂടി കുറച്ചെങ്കിലും ഭദ്രമാകുന്ന തരത്തിലൊരു പ്രഖ്യാപനം നാളെ പ്രധാനമന്ത്രിയിൽ നിന്നോ ധനമന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കള്ളപ്പണവേട്ട ഇനിയും ശക്തിപ്പെടുത്തുന്നല്ല പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചപ്പടാച്ചി വർത്താനമുണ്ടാവും. പക്ഷേ നാട്ടിൽ സാമ്പത്തിക ദുരിതമാണ്. 2008 ആഗോള തകർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായ സാമ്പത്തിക മുരടിപ്പ് പോലെ സാമ്പത്തിക മുരടിപ്പ് വ്യാപകമായി ഉണ്ടാവുകയാണ്. റിസർവ് ബാങ്ക് പോലും വരുമാനം വളർച്ച ഇടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സാഹചര്യത്തിൽ മോഡി ചെയ്യേണ്ടത് എന്താ? അദ്ദേഹം എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ഒന്ന്, കടാശ്വാസം. കൃഷിക്കാരുടെ കഴിഞ്ഞ വിള ബമ്പർ ക്രോപ്പാണ്, പക്ഷേ വില കിട്ടിയില്ല, കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി. ഈ റാബി വിള അത് പണമില്ലാത്തതുകൊണ്ട് അപകടത്തിലാണ്. ഈ പശ്ചാത്തലത്തിൽ കൃഷിക്കാരുടെ വായ്പ തിരിച്ചടക്കുന്നതിന് സാവകാശമല്ല, അതിനാശ്വാസം കൊടുക്കണം, കടമെഴുതിത്തള്ളുന്ന നടപടികൾ സ്വീകരിക്കണം. രണ്ടാമതായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കൂലിവേലക്കാർ, അവരുടെ അത്താണിയാണ് തൊഴിലുറപ്പ്. 100 ദിവസത്തെ പണിക്കുള്ള പണം ബഡ്ജറ്റിൽ വകയിരുത്തും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. 3, ഈ മാന്ദ്യത്തിനെതിരായിട്ടുള്ള സമരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരുകളെ കൂടി പങ്കാളികളാക്കണം. അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകളുടെ വായ്പാ പരിധി 3% 4% ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അവസാനമായിട്ട് കേന്ദ്ര സർക്കാർ 2008 പോലെ വലിയ തോതിൽ പശ്ചാത്തല സൗകര്യ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക മുരടിപ്പിൽ നിന്ന് രാഷ്ട്രത്തെ ഒരു പടി പിടിച്ചു കയറ്റാൻ വേണ്ടി അത് സഹായകരമായിരിക്കും. പക്ഷെ അതാണോ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ പണക്കാർക്ക് ഇളവ് നൽകാനാണോ പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പാവപ്പെട്ടവർക്ക് എന്ത് നൽകും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോർജ് കുര്യൻ, അതായത് ഇന്നത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പോലും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. യാഥാർത്ഥ്യം അതാണെന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ്, അങ്ങേയറ്റത്തെ നടപടി, സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നടപടി. അതിലേക്ക് പോകുമ്പോൾ നാളെ മോദി എന്ത് പറയുമെന്ന് ഏതെങ്കിലും കാതോർക്കുകയാണ്. ഈ പറയുന്ന രീതിയിലുള്ള 2008, 2009 ആഗോള സാമ്പത്തിക സ്ഥിതി വരുത്തിയ ഇന്ത്യൻ വിപണിയെ അടക്കം തളർത്തിയ സാഹചര്യം, അതുപോലെ ഇന്നിപ്പോൾ നിലയെത്തുമ്പോൾ ആഭ്യന്തര വളർച്ച അടക്കം ഒരുപക്ഷെ താഴേക്ക് വന്നിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ പിടിച്ച് ജനങ്ങളുടെ മേൽ പറയാനുള്ള ഒരു ബാധ്യത പ്രധാനമന്ത്രിക്ക് നാളെ വരുന്നു. ഏതെങ്കിലും ഒരു റെക്ടിഫിക്കേഷൻ നാളെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? എന്താണ് നാളെ പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്?
അല്ല, സംസ്ഥാന സർക്കാർ ബജറ്റ് എപ്പം അവതരിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ആ കാര്യത്തിൽ ഇത് ഫെഡറൽ സംവിധാനമാണ്, അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഈ 2008, 2009 മാന്ദ്യത്തെപ്പറ്റി പറഞ്ഞത് ഏതായാലും നന്നായി. ഏതാണ്ട് അത് അമേരിക്കയിൽ സംഭവിച്ച ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെ ഫലമായിട്ട് ലോകം മുഴുവൻ ബാധിച്ചതാണ്. ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ, അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് രംഗമൊക്കെ ഏതാണ്ട് ഈ ബലൂൺ പോലെ വീർക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ അമേരിക്കയിൽ ബാങ്ക് പോലും തകർന്നത്. ആ അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കള്ളപ്പണമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ അഴിമതിയുണ്ടോ? അഴിമതിയുണ്ട് എന്നാലും എല്ലാവരും പറയുന്നുണ്ട്. അഴിമതി ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമല്ലേ? കൈക്കൂലി വാങ്ങിക്കുന്നവൻ അതിന് നികുതി കൊടുക്കുമോ? നികുതി കൊടുത്താൽ അത് എവിടെ നിന്നാണെന്ന് പറയണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും കള്ളപ്പണമുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അതായത് നമ്മൾക്കിനി ഉണ്ട് എന്നുള്ളതല്ല, 50 ദിവസം നിങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കള്ളപ്പണം, ഭീകരവാദം, കള്ളനോട്ട്, ഈ 3 കാര്യത്തിൽ എന്ത് പുരോഗതി അല്ലെങ്കിൽ പ്രകടമായ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അത് ഞാൻ പറയാം. ഈ നോട്ട് റദ്ദാക്കൽ നടപടി കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം തിരിച്ചു വരാതെ, ഏതാണ്ട് 10% അതിൽ കൂടുതൽ തിരിച്ചു വരാതെ അത് ലാപ്സായിട്ട് പോകും. പിന്നെ IDS പ്രഖ്യാപിച്ചു. അതായത് വ്യക്തികൾക്ക് എൻ്റെ കയ്യിൽ ഇത്രയും കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 30% പകരം 50% കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വൈറ്റാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റെയ്ഡ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതും കൂടി ഒരു 10%, അതിൽ കൂടുതലുണ്ടാവും എന്ന് പറയുന്നു. ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അക്കൗണ്ടബിൾ അല്ലായിരുന്ന രാമൻ പറഞ്ഞ അനുസരിച്ച് എന്തായിരുന്നു, ഏതാണ്ട് 6.5 ലക്ഷം കോടി രൂപയായിരുന്നു ബാങ്കിലുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്ന 13 ലക്ഷം കോടിയോളം രൂപ വന്നിരിക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന നികുതി അപ്പോൾ ഏതാണ്ട് 25%, ഏതാണ്ട് 3-3.5 ലക്ഷം കോടി രൂപ സർക്കാരിലേക്ക് കിട്ടുന്നു. അതുകൂടാതെ 1,69,000 കോടി രൂപ ശ്രീ ജോർജ് കുര്യൻ, 80% നോട്ടുകൾ മടങ്ങിയെത്തിയിരിക്കുന്നു. കള്ളപ്പണത്തിൽ അവിടെ അതിൻ്റെ ആ തോത് പരിശോധിക്കണം, തുലനം ചെയ്ത് താങ്കൾ സംസാരിക്കണം. ഏകദേശം 11.85 ലക്ഷം കോടി തിരിച്ചെത്തുന്നു. ആ സാഹചര്യമൊക്കെ അതിനുശേഷം ബാക്കിയുള്ള കള്ളപ്പണത്തിൻ്റെ കാര്യം കൂടി താങ്കൾ പ്രതിപാദിക്കണം. കാരണം പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതിരിക്കണം ഒരു നയം നടപ്പാക്കുമ്പോൾ. ഇവിടെ ആ താരതമ്യം ചെയ്യുമ്പോൾ ഈ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ കണക്ക് വെച്ച് താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എന്ത് മെറിറ്റാണ് ഉണ്ടായിട്ടുള്ളത്? ഞാനൊന്ന് പറയട്ടെ. 1,69,000 കോടി രൂപ കള്ളനോട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. 250 നോട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 16 നോട്ടേ പിടിച്ചെടുക്കാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ അതും കൂടെ കൂടുമ്പോൾ ഒരു 4.5 ലക്ഷം കോടി രൂപ സർക്കാരിലേക്ക് വരികയാണ്. ഇനി നിങ്ങളീ പറയുന്ന കണക്ക്, ഈ നവംബർ മാസം 8-ാം തീയതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചില ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കുറച്ച് ലക്ഷം കോടി രൂപ വരില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നവംബർ മാസം 18-ാം തീയതി സർക്കാർ IDS പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എത്ര കള്ളപ്പണമുണ്ടെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം, 50% നിങ്ങൾ നികുതി ഇത് കൊടുത്താൽ മതി, ബാക്കി 25% പാവപ്പെട്ടവരുടെ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞ് സർക്കാർ വരുന്ന അവസരത്തിൽ ഈ പണം തിരിച്ചു വരണമെന്നല്ലേ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണം തിരിച്ചു വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് കിട്ടുന്ന നികുതി, റെയ്ഡ് നടത്തിയിട്ട് കിട്ടുന്ന നികുതി, ഇനി വരാത്ത പണമെന്ന് പറയുന്ന 10%, ഇപ്പം അടച്ചിരിക്കുന്നതെന്ന് ഏറ്റവും ചുരുങ്ങിയത് 5%. ഇതെല്ലാം ഈ കള്ളപ്പണം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ കള്ളനോട്ടിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഐസക് ജോർജ് കുര്യൻ പറഞ്ഞ താങ്കൾ കേട്ടുകയാണ്. അതായത് 90 ലക്ഷം കോടിയുടെ കള്ളപ്പണം, അതിൽ ഏകദേശം 2-3 ലക്ഷം മാത്രം കറൻസിയായി, ലക്ഷം കോടി മാത്രം കറൻസിയായി സൂക്ഷിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വലിയ ഒരു മാറ്റം കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ പ്രകടമായി ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 50 നാളുകൾ പിന്നിട്ട് കഴിയുമ്പോൾ. ആ വാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കള്ളപ്പണമായിരുന്നല്ലോ ഇതിന്റെ ആകെ ഒരു മുഖമുദ്ര. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മെറിറ്റ് സംബന്ധിച്ച് അവകാശപ്പെടുന്നത് പോലെ എന്തെങ്കിലും നേട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ നൂലാമാലകളിലേക്ക് പ്രേക്ഷകരൊക്കെ കൊണ്ടുവരുന്നത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ കണക്കൂട്ടലിൻ്റെ നിഗമനം ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലപ്പുറം ഇതുവഴി പിടിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. കള്ളപ്പണം 1.5 ലക്ഷം കോടി രൂപ. രാജ്യത്താണെങ്കിൽ ഉൽപ്പാദന നഷ്ടം
ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ 2% നഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞാൽ രാജ്യത്തിനാവും നഷ്ടം ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ്. 3 ലക്ഷം കോടി രൂപ നഷ്ടം, ജനങ്ങൾക്ക് ഈ നരകയാതന, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നേട്ടം 1.5 ലക്ഷം കോടി രൂപയാണ്. എനിക്കൊരു വാദവും കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞത് ഇനി ഞങ്ങൾ ബാങ്കിൽ കിടക്കുന്ന പണമെല്ലാം, വലിയ ആൾക്കാരുടെ പണമെല്ലാം പരിശോധിച്ച് കള്ളപ്പണത്തെ പിടിക്കും. ഞങ്ങളിപ്പോൾ നാട്ടിൽ മുഴുവൻ ഓടി നടന്ന് റെയ്ഡ് നടത്തി കള്ളപ്പണം പിടിക്കുന്നുണ്ട്. 3, ഞങ്ങളൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലത്, ഇതൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് നോട്ട് എന്തിനാ ജോർജ് ഈ അർദ്ധരാത്രി റദ്ദാക്കുന്നത്? ഡിസംബർ 31 വരെ സമയം കൊടുത്ത് നിങ്ങൾ നോട്ട് അച്ചടിക്കുന്ന തോതിൽ പഴയ നോട്ട് പുതിയ നോട്ടിന് കൈമാറാൻ അവസരം കൊടുത്ത് കഴിഞ്ഞാലും ഇങ്ങനൊരു സ്കീം വെച്ചിരുന്നെങ്കിൽ ആളുകളുടെ പണം ഇടില്ലേ? നോട്ട് പോലും റദ്ദാക്കാതെ ഇതിനു മുമ്പ് ബഡ്ജറ്റിൽ പറഞ്ഞ അമ്നസ്റ്റി സ്കീമിൽ 67,000 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. അപ്പോൾ പിന്നെ എന്തിനാ ഈ പുതിയ സ്കീം നടപ്പാക്കാൻ വേണ്ടി നോട്ട് റദ്ദാക്കുന്നത്? റെയ്ഡ് നടത്താൻ എന്തിനാണെന്ന് നോട്ട് റദ്ദാക്കുന്നത്? ഈ റദ്ദാക്കലില്ലാതെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്രോതസ് അന്വേഷിച്ചൂടെ? എന്താണ് തടസ്സം? ഈ ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ കടം മേടിച്ചുകൊണ്ട് തിരിച്ചടക്കാത്തവരുടെ പേര് പറയുന്നത് കൊണ്ട് എന്താണ് നട്ടം? അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം പിടിച്ചു വാങ്ങി കൊണ്ടുവന്ന് വിദേശത്ത് നിന്ന് കള്ളപ്പണം നമ്മുടെ മൗറീഷ്യസ് വഴി നാട്ടിൽ കൊണ്ടുവരുന്നതിന് തടസ്സമിട്ടാൽ എന്താ പറ്റാത്തത്? ഇതിനൊക്കെ നോട്ട് റദ്ദാക്കണോ? അതുകൊണ്ട് ഈ നോട്ട് റദ്ദാക്കൽ എന്ന് പറയുന്നത് ചപ്പടാച്ചിയാണ്. ഈ അർദ്ധരാത്രി ഉണ്ടാക്കിയ നാടകമാണ്. ലോകത്തെമ്പാടും 1978 നോട്ടുകൾ റദ്ദാക്കിയത് സമയം കൊടുത്തിട്ടാണ്. അങ്ങനെ ബുദ്ധിയുള്ളവർ ചെയ്യുക. ഈ മാനമണ്ടത്തരം ഇന്ത്യയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, ഒരുപക്ഷെ തുഗ്ലക്കിൻ്റെ കാലത്ത്. യെസ്, തീർച്ചയായും ശ്രീ ജോർജ്. അതായത് ഈ 50 നാൾ പിന്നിട്ട് കഴിയുമ്പോൾ കള്ളപ്പണം നഷ്ടപ്പെട്ട കോർപ്പറേറ്റുകളുടെ വമ്പന്മാരുടെ ഒന്നും തന്നെ പരിവേദനങ്ങളൊന്നും കേൾക്കുന്നില്ല. പാവപ്പെട്ടവന്റെ തെരുവിൽ നിന്നുള്ള നിലവിളികളും രക്തസാക്ഷിത്വം വരിച്ച കുടുംബങ്ങളുടെ കണ്ണീരും മാത്രമാണ് ശ്രീ ജോർജ് കുര്യൻ ബാക്കി. അവിടെയാണ് ഈ പറയുന്ന ഡിഫറൻസ്. 2-3 ലക്ഷം കോടി. അതുമാത്രമല്ല, അതിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചെലവുകൾ സംബന്ധിച്ച് നടപ്പാക്കാൻ CMIയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സഹിതം വരുമ്പോൾ ഇത് പാർശ്വഫലങ്ങൾ മാത്രമായി ഇത് മാറുന്നു. വ്യക്തമായി താങ്കൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പറയാം. അല്ല, ഈ CMIയുടെ ആദ്യം ഞാൻ പറയാം. ഈ CMIയുടെ ചെയർമാൻ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഡയറക്ടറാണ്. ആ ബാങ്കിന് മണി ലോണ്ടറിങ് നിയമം അനുസരിച്ച് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ റിസർവ് ബാങ്ക് നികുതി അടച്ചിട്ടുള്ളതാണ്, ഫൈൻ അടച്ചിട്ടുള്ളതാണ്. ഈ ന്യൂ ജനറേഷൻ ബാങ്ക് ആണല്ലോ എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള CMI വേറൊരു ഇൻ്റർനാഷണൽ പറയുന്നത് IMB എന്ന് പറയുന്നത്, അതായത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മോണിറ്ററിങ് ബാങ്കിങ് സിസ്റ്റം, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സ്വിസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. തോമസ് ജോർഡൻ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഇത് കണക്കുകളിൽ അപാകത ഉണ്ടെങ്കിൽ ശ്രീ ജോർജ് കുര്യൻ കണക്കുകളിൽ അല്ല, അവർ മുന്നോട്ട് വെക്കുന്ന കണക്കുകളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതിലും വലിയ സംവിധാനം റിസർവ് ബാങ്ക് ഗവർണർ ഇക്കാര്യം വായിച്ചിട്ട് യാതൊരു വിയോജിപ്പും പറയാതെ അദ്ദേഹം മാറി നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇത് 7.5% വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ CMI പറഞ്ഞത് 5.5% കൂടുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഈ കണക്ക് തെറ്റാണ്, ഈ കാൽക്കുലേഷൻ തെറ്റാണ്. 2008 ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞാണ് CMI. അപ്പോൾ അതുകൊണ്ട് വേറൊന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഡിസംബർ 30 വരെ കൊടുത്തിട്ട്, അതായത് നവംബർ 8-ാം തീയതി പ്രഖ്യാപിക്കുക, 30-ാം തീയതി വരെ സമയം കൊടുക്കുക, കള്ളപ്പണം ഉള്ളവരെല്ലാം അത് മാർക്കറ്റിൽ ഉപയോഗിച്ചിട്ട് അത് വൈറ്റാക്കുക, അതിനുശേഷം ആയിക്കോട്ടെ. ഇവർ പറയുന്നുണ്ടല്ലോ ആസ്തിയാക്കിയിട്ടുണ്ട് എന്ന്. ആസ്തിയാക്കിയത് 60 വർഷ കാലഘട്ടത്തിലെയാണ്, അന്നല്ല ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സിസ്റ്റത്തിലുള്ള കറൻസിയിലുള്ള കള്ളപ്പണമാണ്, അതുപോലെ കള്ളനോട്ടും. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 60-70 വർഷ കാലഘട്ടമായിട്ട് UPA 1-ന്റെയും 2-ന്റെയും കാലഘട്ടത്തിൽ 12 ലക്ഷം കോടി രൂപ കള്ളനോട്ടായിട്ടുണ്ടെന്നും അത് സ്വിസ് ബാങ്കിൽ പോയിട്ടുണ്ടെന്നും അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല.
ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടാകും UPA 1 കാലഘട്ടത്തിലാണ് കൂടുതൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസംബർ 30 വരെ സമയം കൊടുത്തിരുന്നെങ്കിൽ ഒരു കള്ളപ്പണവും തിരിച്ചു വരില്ലായിരുന്നു. അത് അവർക്കുള്ള സമയമായിരുന്നു. സമയം കിട്ടുകയാണ്. അതാണ് നരേന്ദ്രമോദി പറയുന്നത്. എന്തുകൊണ്ട് കള്ളപ്പണക്കാർക്ക് സമയം കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ആദ്യം പ്രഖ്യാപിച്ച സ്കീമും രണ്ടാമത് പ്രഖ്യാപിച്ച സ്കീമും, അതായത് IDS, അതായത് IT ആക്ടിന്റെ 2ാമത്തെ അമെൻഡ്മെന്റും തുടർച്ചയായിട്ടുള്ളതല്ലേ? ഒരേ നടപടിയുടെ തുടർച്ചയല്ലേ? ഒരു സർക്കാർ ഒരു വർഷം തന്നെ ചെയ്യുന്ന നടപടിയുടെ തുടർച്ചയല്ലേ? അത് കള്ളപ്പണത്തിന് എതിരായിട്ടുള്ള നടപടി തന്നെയാണ്. വേറൊരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം കൂടെ. ഈ 1 സെന്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ, അതായത് കൂലിപ്പണിക്കാരന് 100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഇവിടെ ഭൂമിക്ക് 2000 രൂപയും 3000 രൂപയായിരുന്നു വില. അന്നൊരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ, അല്പം മുറുക്കി കൊടുത്താൽ അവർക്ക് 3-4 സെന്റ് സ്ഥലം വാങ്ങിക്കാമായിരുന്നു. ഇന്ന് 800 രൂപ കിട്ടുന്ന കൂലിപ്പണിക്കാരന് അവന്റെ 2-3 തലമുറ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിക്കില്ല. ഇപ്പോഴാണ് ഭൂരഹിതർ കൂടുന്നത്, ഭവനരഹിതർ കൂടുന്നത്. അതിന് തടയിടണ്ടേ? തീർച്ചയായും. എന്തായാലും ശ്രീ ജോർജ് കുര്യൻ, നാളെ ഇതിനെല്ലാം വ്യക്തമായ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് താങ്കൾ ഉറപ്പ് നൽകാൻ നിമിഷം കഴിയുമോ? തീർച്ചയായും. അവസാനമായി ഡോക്ടർ ഐസക്, കാരണം ബഡ്ജറ്റിലൂടെയും നികുതി വരുമാനമായിരുന്നു പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഊന്നി ഈ കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം നിർദ്ദേശങ്ങൾ. ഇനി സർക്കാരിന്റെ മുന്നിൽ, കാരണം കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു, ഇക്കാര്യത്തിൽ ഇനി നമ്മൾ വിലപിച്ചുകൊണ്ടോ ഒന്നും അർത്ഥവുമില്ല. സർക്കാരിന് മുന്നിൽ അവധാനതയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്ത്? ആ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ അധിക ബാധ്യത ജനങ്ങളിലേക്ക്, കൂനിന്മേൽ കുരു പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമോ? എന്തുറപ്പാണ് അക്കാര്യത്തിൽ താങ്കൾ നൽകുന്നത്? ധനകാര്യമന്ത്രി സംസ്ഥാന ധന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഫിനാൻസ് സെക്രട്ടറി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ കേരളം ആവശ്യപ്പെടുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ 1% കൂടുതൽ വായ്പ എടുക്കാനുള്ള അനുവാദം വേണമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളതുമാണ്. 1% കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കാം. 2, നമ്മുടെ നിക്ഷേപം ഗണ്യമായിട്ട് ഉയർത്താൻ പറ്റും. കിഫ്ബി വഴിയുള്ള വായ്പയും കൂടി ചേർത്താൽ വലിയൊരു മാന്ദ്യവിരുദ്ധ പാക്കേജ് നമുക്ക് ഈ വർഷവും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു 20,000 കോടി രൂപയെങ്കിലും നമുക്ക് പൊതുനിക്ഷേപം ഉയർത്താൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യത്തെ തരണം ചെയ്യുന്നതിന് വലിയ സഹായമായി തീരും. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഈ ആപത്ത് നമുക്ക് കേരളത്തിൽ അവസരത്തിന് വേണ്ടി ശ്രമിക്കാം. പക്ഷെ അതിന് കേന്ദ്ര സഹകരണം കൂടിയേ തീരൂ. കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലാത്തതാണ്. ഇന്നിപ്പോൾ കേന്ദ്രത്തിന് രാഷ്ട്രത്തിൻ്റെ ധനക്കമ്മി കൂടിയാലും കുഴപ്പമില്ല. കാരണം വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്ന വായ്പ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 2008 പോലെ ധനക്കമ്മി ഗണ്യമായി ഉയർത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് സ്വല്പം ദീർഘവൃഷ്ടിയോടുകൂടിയുള്ള ഒരു ധനനയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ പ്രവണത ഞാൻ കാണുന്നത് മുതലാളിമാർക്ക് ഇതിൻ്റെ പേര് പറഞ്ഞ് നികുതി ആനുകൂല്യം നൽകാനാണ്. ഇന്ത്യയിലെ മുതലാളി സംഘടനകളെല്ലാം ചേർന്ന് ഇനിയിപ്പോൾ രാഷ്ട്രത്തിന് രണ്ടാമതൊന്ന് ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ കോർപ്പറേറ്റ് നികുതികളിൽ ഗണ്യമായ കുറവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻകം ടാക്സിൽ കുറവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതി കുറവിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ലെന്നോ മറ്റോ അങ്ങനെ ഒരു സൂചന മോഡിയിൽ നിന്ന് വന്നതോടുകൂടി 400 പോയിൻ്റാണ് സെൻസെക്സ് ഇടിഞ്ഞത്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ മുതലാളിമാരെല്ലാം കൂടി പണിമുടക്കി. നാട്ടിലെ പാവപ്പെട്ടവൻ പണിമുടക്കുന്നില്ലെന്നല്ലേ പറയുന്നുള്ളൂ ഇതിനെതിരായിട്ട്. പക്ഷെ മുതലാളിമാർക്ക് പണിമുടക്കാൻ യാതൊരു പ്രയാസമില്ല. ഉടനെ ജെയ്റ്റ്ലി രംഗത്ത് വന്നു. നികുതി കുറച്ച് വരുമാനം കൂട്ടിലാണ് ഞങ്ങൾ ലക്ഷ്യം, അതുകൊണ്ട് നികുതി കുറക്കൽ വരാൻ പോണ ബഡ്ജറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും സെൻസെക്സ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇന്ത്യയിലെ മുതലാളിമാർ ഇതൊരു സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്തി നികുതി ഇളവ് മേടിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളിൽ താല്പര്യമുള്ള സംസ്ഥാന സർക്കാരുകൾ അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അതല്ല വേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകി കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഇന്നത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.
അപ്പം ഇതായിരിക്കും കേരളത്തിൻ്റെ വരാൻ പോകുന്ന സമീപനം. യെസ് വളരെ നന്ദി ശ്രീ ഐസക്. തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ശ്രീകുമാറിലേക്ക് പോകും മുൻപ് ശ്രീമതി ആനി രാജ, അതായത് ഇതാണ് ഇന്നിപ്പോൾ 50 ദിനം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തെ സ്ഥിതി. ഇത് 50 ദിനം പരിശോധിക്കുമ്പോൾ ഗുണഭോക്താവ് ആര്, തുലനം ചെയ്താൽ എങ്ങനെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? പാർലമെന്റിലടക്കം ഇക്കാര്യത്തിൽ ഒരു എന്തിന് നോട്ട് നിരോധനം സംബന്ധിച്ച് ഇന്നും ആർക്കും ഒരു വ്യക്തമായൊരു മറുപടിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറുപടി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ 50 നാളുകളെ എങ്ങനെ വിലയിരുത്തുന്നു ശ്രീമതി ആനി രാജ? പ്രജീഷ്, അരമണിക്കൂറായി ഈ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതീവ ഗുരുതരമായ ഒരു വിഷയത്തിന്മേലുള്ള ചർച്ച നടക്കുമ്പോഴും അതിനിടയിൽ എനിക്ക് ചിരിക്കാൻ തോന്നിയ ഒരു പ്രസ്താവന ശ്രീ ജോർജ് കുര്യൻ നടത്തുകയുണ്ടായി. എന്തൊരു വിശാല മനസ്കതയാണ്. അദ്ദേഹം പറയുന്നു ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാന സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും അതിന്റെ ബജറ്റ് അവതരിപ്പിക്കാമെന്നാണ് അദ്ദേഹം വളരെ ഉദാര മനസ്കതയോടെ പറഞ്ഞത്. സത്യത്തിൽ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു തീഷ്ണത, തീവ്രത, അതിന്റെ ഒരു ഗുരുതരാവസ്ഥ പറയാം കേൾക്കാം. അതിന്റെ ഒരു ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഒന്നല്ലേ ഒരു സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ അതിന്റെ ബജറ്റ് അവതരണം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഒതുങ്ങിയിരിക്കുന്നു ഇത് എത്രമാത്രം ജനദ്രോഹപരമാണ്, എത്രമാത്രം ഫെഡറൽ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്, എത്രമാത്രം സംസ്ഥാന സർക്കാരുകളെ ഇത് പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്ന് അതിൽ തന്നെ ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇത് തീർച്ചയായിട്ടും ആർക്കു വേണ്ടി എന്നുള്ളതിന് ഉത്തരം റിസർവ് ബാങ്ക് നൽകിയിട്ടില്ല. RTI മുഖാന്തരമുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് ഇന്ന് വരെയുള്ള നമ്മളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാവുന്നത് കോർപ്പറേറ്റുകളുടെ പിന്തുണയോടെ, കോർപ്പറേറ്റുകളുടെ ഫണ്ടിങ്ങോടെ അധികാരത്തിൽ വന്ന ശ്രീമാൻ നരേന്ദ്രമോദി അവർക്ക് നൽകിയ മറ്റൊരു പ്രത്യുപകാരം എന്നല്ലാതെ ഇതിനെ അവർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതായത് ആനിരാജയ്ക്ക് ഒരു പക്ഷേ രാഷ്ട്രീയമായ അത്രത്തോളം കടന്നൊരു പക്ഷേ ചിന്തിക്കുന്ന ഉണ്ടായിരിക്കും, ആ രീതിയിൽ കൂടുതലായി സംസാരിക്കുന്നു. താങ്കൾക്ക് പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയടക്കം നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് താങ്കൾ മറ്റ് മേഖലകളിലടക്കം പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? 50 നാൾ പിന്നിട്ട് കഴിയുമ്പോൾ എൻ്റെ ഒരുപക്ഷെ എനിക്ക് 50 ദിവസം തരൂ, അതിനുശേഷം നിങ്ങൾ തൂക്കിലേറ്റു എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് ഇന്ന് 50 ദിവസം കഴിയുമ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് വിചാരണയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഈ നോട്ട് നിരോധനം വന്നത് മുതലുള്ള എല്ലാ ചർച്ചകളും കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭമതികളായ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇതല്ല സാധാരണക്കാരനോട് പറയേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന. സാധാരണക്കാരന് ഈ നോട്ട് നിരോധനം വന്ന സമയം മുതൽ അവൻ ഒരു വിധത്തിലും ഒരു ഇളവും, അതായത് അവൻ്റെ ജീവിതത്തിന് ഒരു ഇഞ്ച് സെൻറ്റിമീറ്റർ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയുന്നു? ഞാൻ ഗവൺമെൻറ്റിലെ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണ്. അവിടെയുള്ള ദിവസവേതനക്കാരാണ് അവിടുത്തെ തൊഴിലാളികൾ. വളരെ ചെറിയ ശമ്പളം വാങ്ങുന്ന, ദിവസവേതന എത്ര സ്റ്റേറ്റിന് കിട്ടുമെന്നുള്ളത് അറിയാമല്ലോ, അത് വാങ്ങുന്നവർ വെറും വൗച്ചറിൽ ഒപ്പിട്ട് തന്നിട്ട് പോകുന്നവൻ്റെ അടുത്ത് പോയി ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് നിനക്ക് അങ്ങോട്ട് ഇട്ട് തരാമെന്ന് പറയാൻ ഈ തുച്ഛക്കാരൻ്റെ അടുത്ത് എങ്ങനെ സാധിക്കും? അവരെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ മാസവും കരയുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ മാസം ക്യാഷ് തരണം, വീട്ടിലും പലവ്യഞ്ജനക്കടയിലും കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു. ആ പ്രശ്നത്തിനെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ സംഭവം തുടങ്ങിയപ്പോഴത്തേക്ക് ഐസക് തോമസ് സാർ പറഞ്ഞത്, ഞാൻ ആദ്യം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം കയറി പറഞ്ഞതെന്ന് ഞാനും ശങ്കിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ സത്യത്തിനേക്കാളും ശ്രീകുമാർ അടക്കമുള്ള ഒരു ദേശീയതയുടെ ഭാഗമായി നിന്നു. അതായത് ദേശീയതയുടെ ഭാഗമായിട്ടല്ല, ഞാൻ പറയുന്നതല്ല, കള്ളപ്പണമാണ് ആത്യന്തികമായി, കള്ളപ്പണം, കള്ളനോട്ട്, ഭീകരവാദം, ഇതിനൊക്കെ സമരസപ്പെട്ടു. അല്ല, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. ഒരു ശരാശരി ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ അല്ലേ എന്ന് തോന്നിപ്പോവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യയെ കംപ്ലീറ്റ് മുരടിപ്പിച്ച് നിർത്തുന്നതായിട്ടാണ് സാധാരണക്കാരന് എനിക്ക് ചുറ്റുമുള്ള ജീവിതം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിലുപരി ഇന്ത്യയിൽ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്, ഭയം. ഇത് സത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആർക്കും ഒന്നും പറയാൻ വയ്യ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ MT വാസുദേവൻ നായർക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി കേരളത്തിൽ ആർക്കാണ് പറ്റാൻ പോകുന്നത്?
ഒരാൾക്ക് തുറന്നൊരു കാര്യം പറയണ്ടേ? സാമ്പത്തികമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഉടൻ രാഷ്ട്രീയമായിട്ട് മുദ്ര കുത്തും. അല്ല, അതിനെപ്പറ്റി കാര്യമായിട്ട് എന്തെങ്കിലുമുള്ള സംഗതികൾ, അനുഭവങ്ങൾ നിരത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ വന്നിരുന്നുകൊണ്ട് തേജോവധം ചെയ്യുന്ന പരിപാടികൾ ആരംഭിക്കും. ഞാനിപ്പോൾ ഈ ജോർജ് സാറിനെയൊന്നും കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അദ്ദേഹവും നല്ല മനസ്സിന്റെ ഒരാളായിരിക്കാം. പക്ഷേ ശ്രീ ജോർജ് കുര്യന് പോലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് അറിയാം, ഉള്ളിൽ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം ഈ നടക്കുന്നത് ഭീകരമായ അന്തരീക്ഷമാണ്. സാധാരണ ജനങ്ങൾ പോയിരിക്കുകയാണ്. ഇന്ത്യ എത്രയോ കാതം അകലെ പോയിരിക്കുകയാണ്. ഒരൊറ്റ സാധാരണക്കാരനും ഇതിന്റെ കൂടെ ഉള്ള നമുക്കത് ഭരണകാലങ്ങൾ തെളിയും. സാമ്പത്തിക വിദഗ്ധനിലേക്ക് പോകുന്നു ശ്രീ ജോർജ് ജോസഫ്. 50 നാളുകൾ എണ്ണപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞത് ആഭ്യന്തരമായ രീതിയിൽ, കാരണം പണം ബാങ്കുകളിലേക്ക് വന്നു, പണത്തിന്റെ ഡിമാൻഡ് കുറയുന്ന സാഹചര്യത്തിൽ അതൊക്കെ പലിശ നിരക്കിൽ ഒക്കെ തന്നെ വരും. ഒരു ലോങ് റണ്ണിങ്ങിൽ പ്രകടമായ മാറ്റം ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ച ഒരു സാഹചര്യമാണ്. 50 നാൾ പിന്നിട്ട് കഴിയുമ്പോൾ ഗുണഭോക്താവാര്, അടി തെറ്റിയതാർക്ക്, എവിടെയാണ് ഈ പറയുന്ന പണത്തിൻ്റെ ഒക്കെ തന്നെ കൈകളിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിൽ കൂടിയും കൂടുതൽ ഇതിൻ്റെ ഗുണഫലം ആരാണ് കൊണ്ടുപോയത്? താങ്കൾ വിലയിരുത്തി കഴിഞ്ഞാൽ ജോർജ് ജോസഫ്. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. കാരണം ഹൂ വിൽ ബി ദ ബെനിഫിഷ്യറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുകയും ഇതിനെ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങളെല്ലാം ഉണ്ടായിട്ടും സാധാരണക്കാരായ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിലെ എല്ലാ വ്യവസായികളുടെ സംഘടനകളും എല്ലാ വ്യവസായ പ്രമുഖരും പറയുന്നത് ഇത് ധീരമായിട്ടുള്ളൊരു നടപടിയാണെന്നാണ്. അതായത് ഇത്രയും ഭയങ്കരമായൊരു നടപടി, ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്ന നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും വമ്പൻ പണക്കാരും മാത്രമാണ്. അതായത് 10% താഴെയുള്ള ആളുകൾ പറയുന്നു ഇതൊരു അതിഭയങ്കരമായ നടപടിയാണെന്ന്. അവരാരും കള്ളപ്പണം ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിൽ കള്ളപ്പണം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കള്ളപ്പണം സുരക്ഷിതമാണ്. അവർ കള്ളപ്പണവും മറ്റു കാര്യങ്ങളും എല്ലാം അനധികൃത സമ്പാദ്യവും സൂക്ഷിച്ചിരിക്കുന്നത് നോട്ടായിട്ടല്ല, ഇന്ത്യക്ക് പുറത്തും അതുപോലെ ഇന്ത്യക്കകത്തും അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നു ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്ന ഗോൾഡ് മേഖലയിലുള്ള ആളുകൾ പോലും ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ സാധാരണക്കാരായ 90% ആളുകളും ഇതിന് ദുരിതം അനുഭവിച്ച് ഇതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന്, നേരത്തെ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് നികുതി ഇളവുകൾ നേടണം. ആ നികുതി ഇളവുകൾ ഇത്തവണ തീർച്ചയായിട്ടും കൊടുക്കും. രണ്ടാമതൊരു കാര്യം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു, പലിശ നിരക്കിലുണ്ടാകുന്ന കുറവ്. പലിശ നിരക്കിൽ നേരത്തെ ഒരു റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകനത്തിൽ പലിശ കുറച്ചില്ല, അതൊരു സത്യമാണ്. പക്ഷേ ഇനിയുള്ള കാലത്ത് പലിശ കുറയ്ക്കാനുള്ള സാഹചര്യമുണ്ട്. പലിശ കുറച്ചാലും നേട്ടമാർക്കാണ്. ഇന്നിപ്പോൾ പലിശ കുറച്ചിട്ടുണ്ടെങ്കിൽ ആ പലിശ കുറഞ്ഞ വായ്പ എടുത്ത് ഒരു കച്ചവടക്കാരനോ സാധാരണക്കാരനായ ഒരു വ്യക്തിക്കോ ഒരു സാധാരണ വ്യവസായിക്കോ ബിസിനസ് തുടങ്ങാനോ പുതുതായി ഒന്നും ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഈ പൈസ എടുത്ത് ഈ 13 ലക്ഷത്തി ചില്ലാനം കോടി രൂപ തിരിച്ചു വന്നിരിക്കുന്ന പണമടക്കം എല്ലാം ബാങ്കുകളിൽ വന്നിരിക്കുന്നത് പലിശ കുറച്ചാൽ വായ്പ എടുക്കാൻ കഴിയുന്നത് വീണ്ടും കോർപ്പറേറ്റ് മേഖലയ്ക്കാണ്. കോർപ്പറേറ്റ് മേഖലയ്ക്ക് കുറഞ്ഞ പലിശയ്ക്ക് ഈ പണം വീണ്ടും അങ്ങോട്ട് ഒഴുകാൻ പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം പണം തിരിച്ചടയ്ക്കേണ്ട. ഈ ഭവന വായ്പക്കാരനും കാർഷിക വായ്പക്കാരനും പണം തിരിച്ചടയ്ക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ തൂങ്ങിച്ചാവുകയും വിഷം കഴിച്ചും ആത്മഹത്യയും ചെയ്യുമ്പോൾ അവൻ പണം തിരിച്ചടയ്ക്കാതെ വിദേശത്തും ഒക്കെ പോയിട്ട് സുഖമായ ജീവിതം നയിക്കുന്നു. അവർ പർപ്പസ്ഫുള്ളായി തന്നെ പണം തിരിച്ചടക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് എടുക്കുന്നത്. ഇരിക്കുകയാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. വിശ്വഭദ്രാനന്ദയിലേക്കും ഫാദർ പീലിയാനിലേക്കും വരുന്നതിന് മുമ്പ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾ വരുന്നത് പോലും ഇപ്പോൾ ഒരു സമരഭൂമിയിൽ നിന്നാണെന്ന് തോന്നുന്നു. അതായത് അതും നോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അല്ലേ? അത് തീർച്ചയായും. ഇത്തരം 50 ദിവസം പിന്നിടുമ്പോഴാണ് നിങ്ങൾ പ്രതിപക്ഷം ഇടതുപക്ഷമടക്കം നിങ്ങളൊക്കെ ഇങ്ങനെ സമരം നടത്തുമ്പോഴും ഒരു മറുപടി പോലും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമായ രീതിയിൽ ഒന്നുമേ ഉണ്ടാകുന്നില്ല. ഇപ്പോഴും നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ 50 നാളത്തെ വിലയിരുത്തലിലേക്ക് പോയാൽ ഇന്നൊരു പക്ഷേ തൂക്കിലേറ്റേണ്ട ദിവസം ആണോ അല്ലയോ താങ്കൾ പറയണം. ഞങ്ങളൊരു പരസ്യ വിചാരണ നടത്തി ഈ തൂക്കിലേറ്റണ്ട എന്ന് തീരുമാനിച്ചില്ല. അത് പുള്ളി ആവശ്യപ്പെട്ടാണ് എന്നെ തൂക്കിലേറ്റിക്കൊള്ളാൻ. അധികാരത്തിലിരിക്കാൻ അർഹതയില്ലെന്ന് വിധി പ്രഖ്യാപിച്ചിട്ടാണ് വന്നത്. നമ്മൾ ചെറിയ വിചാരണ പ്രതീകാത്മകമായതാണ്. ഇന്ന് കേരളം ഒട്ടൊക്കെ ഇന്ത്യ ഒട്ടൊക്കെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നരേന്ദ്രമോദി ഇന്ന്
പറഞ്ഞ ടാർഗറ്റ് ഡേറ്റ് ആണ്. ഒന്നും ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ലോങ് റണ്ണിങ്ങിൽ ഇതിന്റെ ഗുണമുണ്ടായേക്കാം. പക്ഷേ ഈ 50 ദിവസം പിന്നിടുമ്പോഴും ഒരു ക്ഷമിക്കേണ്ട സാഹചര്യമില്ലേ? അല്ല, നമ്മൾ ഇത് എന്താണ് സാധാരണ നാട്ടിലൊരു വർത്താനം പറയും, എന്താണ് തന്നെ കളഞ്ഞ് പണിയെടുത്തിട്ട് കാര്യമുണ്ടെന്നുള്ളത്. നാട്ടുകാർക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞൊരു സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇത് പ്രഖ്യാപിച്ച ദിവസം 7-ാം തീയതി പ്രഖ്യാപിച്ച് 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി ഒക്കെ നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാവരും ഗൗരവത്തിൽ എടുത്തു. ഇതിന് ഞങ്ങളുടെ നേതാവ് AK ആന്റണി പോലും ഈ പ്രഖ്യാപനം വന്നതിൻ്റെ 24 മണിക്കൂറിനകത്ത് ഇത് കള്ളപ്പണക്കാരെയും കള്ളനോട്ടിനെയും കരിഞ്ചന്തയും അഴിമതിയും ഒഴിവാക്കാൻ ഇത് ഒരു നല്ല നടപടിയാണ്, നരേന്ദ്രമോദി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതൊരു നല്ല നടപടിയാണെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞതല്ലേ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയടിക്ക് ആദ്യമേ ഇറങ്ങി, എന്നിട്ട് ചില പത്രങ്ങൾ വരെ എഴുതി ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശവൽക്കരണം കൊണ്ടുവന്നതിനേക്കാൾ കവച്ചു വെക്കുന്നതായി ഇത് മാറുകയാണ് എന്ന്. കോർപ്പറേറ്റുകളുടെ മാർഗത്തിൽ കൂടിയുള്ള പ്രചരണത്തിൽ കൂടി അതും വന്നിരുന്നു. പക്ഷേ 1, 2, 3, 4, 5, 6, 10 ദിവസം 15 ദിവസം അവസാനം നരേന്ദ്രമോദി പറഞ്ഞത് എനിക്കൊരു 50 ദിവസം തരൂ എന്നാണ് പറഞ്ഞത്. എനിക്കൊരു 50 ദിവസം തരൂ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, ഒരു 50 ദിവസം തരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊള്ളൂ. അത് അദ്ദേഹം പറഞ്ഞതെല്ലാം ഇങ്ങനെ കയ്യൊക്കെ പൊക്കി ബായിയോം അവർ പേരോം എന്നൊക്കെ പറഞ്ഞിട്ടാണ് 50 ദിവസം തരൂ എന്ന് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാത്ത കാര്യമൊന്നുമില്ല, മിണ്ടാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. അതായത് മിണ്ടുന്നതൊക്കെ കേരളത്തിലെ BJP-ക്കാർ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കടപ്പെട്ടത് 2 ദിവസത്തിന് മുമ്പാണ് ഈ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം അവസാനിച്ചത്. അപ്പോൾ അവിടെ BJP-യുടെ യുവജന വിഭാഗം ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മസ്ദൂരുകാർ, നഴ്സുമാർ, ടീച്ചർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പരസ്പരം ഇങ്ങനെ കാണും, പരിചയമുള്ളവരൊക്കെ കാണും. ഈ തിരുവനന്തപുരത്ത് ഈ സമരപ്പന്തലിൽ വന്ന് നമ്മുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ചില നേതാക്കന്മാർ പറഞ്ഞെന്നറിയോ, സംഭവം ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, സംഭവം നമ്മളെ വീട്ടിലൊക്കെ പ്രശ്നമാണെന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നമാണ്, പൈസ ഇല്ല. ജോർജിന്റെ ഉള്ളിൽ എന്തായാലും അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഫാദർ തോമസ് പിലിയാനിക്കൽ, കാർഷിക മേഖലയിലെ സ്ഥിതി എന്താണ്? തീരദേശ മേഖലയടക്കം വലിയ സ്തംഭനത്തിലേക്ക് പോയിട്ടുണ്ടോ, അതോ ഈ പ്രതിസന്ധി ആകെ കൂടുമ്പോൾ അതിനൊപ്പം പറയുന്ന വെറും വാക്കുകൾ മാത്രമാണോ? യാഥാർത്ഥ്യം താങ്കൾക്കടക്കം ബോധ്യപ്പെടുന്നതാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നവംബർ 8-ാം തീയതി 500,000 നോട്ടുകൾ അസാധുവാക്കിയെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അദ്ദേഹത്തിന് മുമ്പിലുണ്ടാകുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ചപ്പോൾ സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും, കർഷകരും തൊഴിലാളികളും ഒക്കെ ഒട്ടേറെ പ്രതീക്ഷയായിരുന്നു. കാരണം രാജ്യത്തെ കള്ളനോട്ടും കള്ളപ്പണവും അതുപോലെ തന്നെ അഴിമതിയും ഭീകരപ്രവർത്തനങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുകയും താഴെ തട്ടി കിടക്കുന്നവർക്ക് ഒരു നല്ല ഭാവി ഇതിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അത് വേണ്ടത്ര ഒരുക്കമില്ലാത്ത ഒരു പ്രഖ്യാപനമായി പോയോ എന്നിപ്പോൾ സംശയിക്കുകയാണ്. ഒന്നുകിൽ പ്രധാനമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ചെറിയ നോട്ട് 500 അല്ലെങ്കിൽ 1000 അത് സാധാരണക്കാരൻ ദിവസം കൈകാര്യം ചെയ്യുന്ന നോട്ട് അപ്രത്യക്ഷമാകുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന വലിയ കൂടിയ നോട്ട് 2000 ഇറക്കുകയും മറ്റത് ഇല്ലാതാവുകയും. തീർച്ചയായും ഫാദർ മടങ്ങിയെത്ത അതായത് പ്രധാനമന്ത്രിയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഫാദറിന് പോലും പറയേണ്ടി വരുമെന്ന് ശ്രീ ജോർജ് താങ്കളിലേക്ക് എത്താം. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കൂടി ചേരുന്നുണ്ട്. ശ്രീ വിശ്വഭദ്രാനന്ദ, താങ്കൾ ഒട്ടേറെ ലേഖനങ്ങൾ ഇത് സംബന്ധിച്ച് എഴുതി, വിമർശനങ്ങളൊക്കെ പല വേദികളിലും ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ താങ്കൾ ഫാദർ സംശയിക്കുന്നത് പോലെ പ്രധാനമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഈ ആരോ എന്നുള്ളത് താങ്കളും മനസ്സിലാക്കിയിട്ടുണ്ട്, പിന്നിൽ ആരെന്ന്. 50 ദിവസം കഴിയുമ്പോൾ എങ്ങനെ സാഹചര്യങ്ങളെ താങ്കളും നോക്കിക്കാണും? ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ പ്രഖ്യാപനം നടത്തിയ ആ നവംബർ 8 മണിക്ക് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് തുഗ്ലക്കിയൻ തീരുമാനമാണ് എന്ന് എഴുതുകയുണ്ടായി. ഒരുപാട് ആളുകൾ അന്ന് എന്നെ പ്രതിഷേധിച്ചു, എൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ പോലും. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി.
ഇത് മണ്ടൻ തീരുമാനമാണ് എന്നുള്ളത്. പക്ഷേ മണ്ടൻ തീരുമാനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മണ്ടത്തരം ആർക്കും പറ്റാം, അത് പൊറുക്കാവുന്നൊരു കുറ്റമാണ്. പക്ഷേ ഇത് ആസൂത്രിതമായിട്ടുള്ള മണ്ടത്തരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉപജാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു വേദിയെ അഭിസംബോധന ചെയ്യാനുള്ള ചങ്കൂറ്റം വളരെ ധീരനാണ് എന്ന് നമ്മുടെ BJP സുഹൃത്തുക്കൾ എപ്പോഴും ആണയിട്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് സാധിക്കാതെ പോയത്. എനിക്ക് ഒറ്റ കാര്യമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. BJPക്കാർ നരേന്ദ്രമോദി എന്ത് ചെയ്താലും വലിയ ഫ്ലെക്സ് ബോർഡുകൾ എല്ലാ തെരുവുകളിലും കവലകളിലും വെക്കാറുണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്. നരേന്ദ്രമോദിയുടെ ഈ നോട്ട് അസാധുവാക്കൽ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് ഏതെങ്കിലും കവലയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ സാധാരണക്കാരായ BJP പ്രവർത്തകർ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? യെസ്, വളരെ സുപ്രധാനമായ ഒരു ചോദ്യം. തീർച്ചയായും. അതായത് ശ്രീ ജോർജ് കുര്യൻ അതിന് മറുപടി, അതായത് നിങ്ങൾക്ക് പോലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്ന് പങ്കെടുക്കുന്നത് നിങ്ങളുടെ ബാധ്യത ആയതുകൊണ്ട്. പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് സത്യം അറിയാം. നേരത്തെ ചരചന്ദ്ര പ്രസാദ് അടക്കം ഒരു പക്ഷേ സൂചിപ്പിച്ചതുപോലെ യാഥാർത്ഥ്യം BJPക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ബോർഡ് പോലും ഇക്കാര്യത്തിൽ എന്തേ ഉയർത്തി കാണിക്കുന്നില്ല. മറ്റേത് നരേന്ദ്രമോദിയുടെ ഓരോ പ്രഖ്യാപനങ്ങളെയും നിങ്ങൾ കവലകളിലടക്കം BJP ഓഫീസിന് മുന്നിലടക്കം ബോർഡുകൾ വെക്കാറുണ്ട്. ഈ ബോർഡ് എവിടെയാണ് കാണാത്തത്? എല്ലാ പരിപാടിക്കും വെക്കുന്നത് പോലെ ഇതിനും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം അത് മാത്രം കണ്ടില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വെളിയിലേക്ക് ഇറങ്ങാം. ഈ തിരുവനന്തപുരത്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ അവിടെ പോയി നോക്കിക്കേ, അതിന്റെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ ബോർഡ്. എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ സബ്ജക്റ്റ് പറയണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം ആൻരാജയും അതുപോലെ ശ്രീ തോമസ് ഐസക്കും പറഞ്ഞിരുന്നു തുടങ്ങാം. ഈ ടാക്സിന്റെ കാര്യം ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. GST പ്രഖ്യാപിച്ചപ്പോൾ യെച്ചൂരി പറഞ്ഞു 14% കൂടുതൽ ടാക്സ് പാടില്ല. ഇവിടെ തോമസ് ഐസക്ക് പറഞ്ഞു 24-25% വേണം. ഫെഡറൽ സംവിധാനത്തിൽ ഈ ഓൾ ഇന്ത്യ പാർട്ടി പറയുന്നത് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാന ഘടകങ്ങൾ വരുന്ന ഒരവസ്ഥയിലേക്കാണ് GST പോകുന്നത്. കാരണം ഇവിടെ ടാക്സ് വേണം. ബജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ടാക്സ് തോമസ് ഐസക്കിന് വേണം. അതിന് ടാക്സ് കൂട്ടണം. ആ ടാക്സ് കൂട്ടാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യമാണ് എന്നാണ്. അത് കോർപ്പറേറ്റ് ടാക്സ് അല്ല, കോർപ്പറേറ്റ് ടാക്സുകൾക്ക് നികുതി കൊടുക്കുന്നതാണ് അവർക്ക് എന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്തത്. 2008 അവതരിപ്പിച്ച ബജറ്റിലാണ് 29,000 കോടി രൂപ തുടങ്ങിയത്. അവിടെ നിന്നാണ്. അന്ന് ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നത് CPM ആണ്. ഈ മൻമോഹൻ സിംഗിനെ 2008 ജൂൺ മാസം 3-ാം തീയതിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്നത്. മൻമോഹൻ സിംഗ് ഇറങ്ങുമ്പോൾ 6,4,15 ലക്ഷം കോടി രൂപ എഴുതത്തള്ളുന്ന അവസ്ഥയിലേക്ക് മാറി. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതുകൊണ്ട് ഇവർ തുടങ്ങിയ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തോമസ് ഐസക്ക് സാധാരണ ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കണം. ഇവിടെ ബജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു ഉൽപ്പാദനവും നടക്കില്ല. ഇവിടുത്തെ കമ്പനി നടത്താൻ വരുന്നതിനെ അടിച്ചോടിക്കും, വ്യവസായികളെ അടിച്ചോടിക്കും. അങ്ങനെ ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിയിട്ട് ഇനി കോർപ്പറേറ്റുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന് നികുതി കുറയ്ക്കാൻ പാടില്ല എന്ന് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഇരുന്ന് പറയുന്നു. അതാണ് ശ്രീമതി ആനി രാജ ചോദിച്ചത്. നിങ്ങൾക്ക് നികുതി കൂട്ടാം, അതിന് നിങ്ങൾ മോഡിയുടെ തലയിലേക്ക് വെക്കണ്ട. GST വന്നത് നികുതി കുറയ്ക്കാൻ വേണ്ടിയാണ്. പക്ഷേ അന്ന് മുതൽ ശ്രീ തോമസ് ഐസക്ക് പറയുന്നത് കൂട്ടണമെന്നാണ്. ഇവിടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് തോമസ് ഐസക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ? ഇന്നലെ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു കേന്ദ്രത്തിലെ ഈ റവന്യൂ കൂടിയിരിക്കുന്നു. അതായത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഉൽപാദനത്തിനുള്ള ടാക്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിരിക്കുന്നു. അതവിടെ കൂടുന്നുണ്ട്. അവിടെ നമ്മുടെ റവന്യൂ കൂടുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ കൂടുന്നില്ല? ഇവരെല്ലാം പറഞ്ഞ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അത് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുന്നില്ല എന്ന് ഇവിടെ ഭരിച്ച കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതിനെപ്പറ്റി എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ളത്, എക്സൈസ് ഡ്യൂട്ടി ഏതാണ്ട് 43% കൂടിയിരിക്കുന്ന കേന്ദ്രത്തിൽ. ഇനി ഇവിടെ പാവപ്പെട്ടവന്റെ കാര്യം. പാവപ്പെട്ടവൻ ജീവിതകാലം മുഴുവൻ, അതായത് 40% 60% എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിന് പകരം ഒരു 50 ദിവസം അനുഭവിച്ചാല് അതല്ലല്ലോ സാർ, 50 ദിവസം കഴിഞ്ഞല്ലോ, പോരല്ലോ. അത് രജീഷ് വിട്ടോ, അത് രജീഷിന്റെ ഇഷ്ടം പോലെ. ഇനി 50 ആരോ പറഞ്ഞു 10 വർഷം എന്നാണ് പറഞ്ഞത്, അത് ഇഷ്ടം പോലെ വിട്ടോളൂ.
പാവപ്പെട്ടവന് ഒരു സെന്റ് അപ്പോഴേക്ക് രക്തസാക്ഷികളുടെ എണ്ണമൊക്കെ ഈ പറയുന്ന നമ്പറിന് അപ്പുറത്തേ പോകും. രക്തസാക്ഷികളെ കൂട്ടിക്കോ, അത് നിങ്ങളുടെ ഭാഷയാണല്ലോ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും രജീഷിന്റെ എല്ലാം ഭാഷയാണ്. അതിനെ നിർമ്മിക്കുന്നവരാണ്, ഉണ്ടാക്കുന്നവരാണ്, അതുകൊണ്ട് അതിന് പറയാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വായിൽ അതേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പാവപ്പെട്ടവൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിന് പകരം വിപ്ലവം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം ഈ വീട്ടുവേലക്കാരിയുടെ മകനായിട്ട് ജനിച്ച പ്രധാനമന്ത്രിക്ക് മനസ്സിലാകും പട്ടിണി എന്താണെന്ന്. ഇന്ന് നഷ്ടപ്പെടാനുള്ള നേതാക്കന്മാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ തീവ്രവാദത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എങ്ങനെയാണ് കുപ്പുദേവരാജനെ കൊല്ലാൻ സാധിച്ചത്? ഈ പണമില്ലാതെ വന്നു, പണം ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നു. അപ്പോഴാണ് വെടിവെച്ച് കൊന്നത്. ആ ഗുജറാത്തിൽ വെടിവെച്ച് കൊന്നതുപോലെ ഇവിടെ വെടിവെച്ച് കൊന്നു. അത് പോലീസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പറഞ്ഞതും അത് തന്നെയായിരുന്നു, നിങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ വലതുപക്ഷം, നിങ്ങൾ ഇടതുപക്ഷം. എന്താണ് വ്യത്യാസമുള്ളത്? പാർട്ടിസിപ്പേറ്ററി നോട്ടിനെ പറ്റിയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ തോമസ് ഐസക് പറഞ്ഞത്, മൗറീഷ്യസ് മുഖേന വരുന്നെന്നുള്ളത്. അത് മൻമോഹൻ സിംഗ് തുടങ്ങിയതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അതിന് KYC വേണം എന്ന് പറഞ്ഞു. അതുപോലെ ഡിജിറ്റൽ സംവിധാനത്തിൽ ഇന്നലത്തെ നമ്മുടെ RBIയുടെ കണക്കനുസരിച്ച് ഡിജിറ്റൽ സംവിധാനത്തിൽ 25% ഇടപാട് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് 25% നോട്ടുകൾ കുറച്ചടിച്ചാൽ മതി. ഇനി MD വാസുദേവൻ നായരുടെ കാര്യം പറഞ്ഞു. ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? MD വാസുദേവൻ നായർ അഭിപ്രായം പറഞ്ഞു, അതിനെപ്പറ്റി BJPയുടെ അഭിപ്രായം പറഞ്ഞു, മോഹൻലാൽ അവിടെ വാ മിണ്ടരുത് അല്ലെങ്കിൽ വാ മൂടണം എന്ന തരത്തിലേക്ക് അല്ലല്ല ആ തരത്തിലേക്ക് പറയാൻ നിങ്ങൾക്ക് അല്ല, നമുക്ക് അതൊരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അതിലേക്ക് അതിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിലേക്ക് നമുക്ക് വരാം. സക്രിയയെ സ്റ്റേജിൽ കയറി അടിച്ചു. അതിലേക്ക് നമുക്ക് വരാം. ശ്രീ തങ്കച്ചൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാല് ഞങ്ങളുടെ അഭിപ്രായം പറയണ്ടേ? അത് പറയാൻ പാടില്ല. അയ്യോ MD വാസുദേവൻ നായരാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറുകണക്കിന് സാഹിത്യകാരന്മാരുടെ വായടച്ച ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ചർച്ച അതിലേക്ക് പോയാൽ നമുക്ക് ബൃഹത്തായി മാറും. രജീഷ് എന്താ പറഞ്ഞത്? മോഹൻലാൽ പോയപ്പോ പറഞ്ഞപ്പോ എന്താ, കലാകാരന്മാരുടെ പരിധിയുണ്ട്, അവർ സാമ്പത്തിക കാര്യത്തിൽ ഇടപെടണമോ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടണമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോഹൻലാൽ പറയുന്ന പോലെ നമുക്ക് അതിലേക്ക് വരാം. ശ്രീ തങ്കച്ചൻ, നിങ്ങൾ ഈ ബാങ്കിംഗ് മേഖല പറയുന്നത് നിയന്ത്രണം അനിവാര്യമാണ്. ഇവിടെ സർക്കാരിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഘടകങ്ങൾ പലതും ബാങ്കിംഗ് മേഖല മനസ്സിലാക്കുന്നുണ്ടോ? അവർ ഇതിന്റെ ബുദ്ധിമുട്ട് ഇനിയും നാളുകൾ എടുക്കുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണോ? അതാണോ ശരിക്കും ഇതിനകത്ത് വസ്തുത? നോട്ട് റദ്ദാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നോട്ടുകളുടെ 24% റദ്ദാക്കിയത്. 75% നോട്ടിൻ്റെ മൊത്തം വാല്യൂ പിന്നെ ശേഷിച്ചിരുന്നത് 2,27,000 കോടി രൂപയാണ്. അതാണ് ഈ കഴിഞ്ഞ 50 ദിവസമായിട്ട് നമ്മൾ കണ്ട, രാജ്യത്തെ ജനങ്ങൾ കണ്ട പണച്ചുരുക്കത്തിൻ്റെയും അവരുടെ വാങ്ങൽ ശേഷിയുടെ കുറവിൻ്റെയും കാരണം. അതിന് പകരം നമ്മളിപ്പോൾ 5,96,000 കോടി രൂപയുടെ നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ ഡിസംബർ മാസം 10-ാം തീയതി മുതൽ ഉള്ള ഒരു കണക്കും റിസർവ് ബാങ്ക് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലും ലഭ്യമായ സോഴ്സുകളിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ സംശയം, എൻ്റെ ആശങ്ക പണച്ചുരുക്കം അഡ്രസ്സിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന നടപടികളിൽ ഒന്ന്, സുപ്രീം കോടതിയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരു അഫിഡാവിറ്റ് ഫയൽ ചെയ്തു. 40% നോട്ടുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കിയെന്ന് പറഞ്ഞു. ഫൈനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് 50% നോട്ടുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കിയെന്ന് പറഞ്ഞു. കണക്കുകളിൽ വലിയ ആശങ്കകൾ വരുന്നു. റിസർവ് ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്ന നോട്ടിൻ്റെ കണക്ക് സൂക്ഷിക്കേണ്ടത്. എത്ര ശതമാനം നോട്ടുകൾ ജനങ്ങളുടെ കയ്യിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്? വിനിമയത്തിന് സാധ്യമായ, അല്ലെങ്കിൽ അത് അത്രയ്ക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ പകുതി അല്ലെങ്കിൽ എത്ര ശതമാനം താങ്കൾക്ക് അനുമാനിക്കാൻ കഴിയും? ലഭ്യമായ കണക്കനുസരിച്ച് 120 കോടി 2,000 രൂപ നോട്ടും 50 കോടി 500 രൂപ നോട്ടും, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 2,40,000 പ്ലസ് 25,000 2,65,000 കോടി രൂപയാണ് വേണ്ടത്. പിൻവലിക്കപ്പെട്ടത് 15,44,000 കോടി രൂപയാണ്. ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് റീമോണിറ്റൈസ് ചെയ്യുമ്പോൾ ഡിമോണിറ്റൈസ് ചെയ്ത അത്രയും തുക ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പകുതി ജനങ്ങൾക്ക് ലഭ്യമാക്കിയെന്ന് പറയുമ്പോൾ ആ പകുതി ഉണ്ടായിരിക്കണം. കണക്കുകൾ സംശയം പ്രകടിപ്പിക്കത്തൊട്ട് രാജ്യത്ത് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശവും അധികാരവും നിയമപരമായ റിസർവ് ബാങ്കിനാണ്. റിസർവ് ബാങ്കിൻ്റെ കണക്ക് അതിൻ്റെ അവസാനത്തെ കണക്കുമാണ്.
ആ കണക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു. ആ കണക്കിൽ സംശയം ഉന്നയിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ റിസർവ് ബാങ്കിന് പോലും നിലപാട് അറിയിക്കാൻ കഴിയുന്നില്ല. ഇതിനകത്ത് നിഗൂഢത, ഇക്കാര്യത്തിൽ പലരും പറയുന്ന ഒരു രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും മെറിറ്റിലേക്ക് വരുമ്പോൾ ഒന്നും അങ്ങോട്ട് ഏച്ച് കെട്ടാൻ കഴിയുന്നില്ല. ഞാനത് നിഗൂഢത എന്ന് പറയുന്നില്ല, പോലെ ലഭ്യമല്ല. അതിന്റെ കാരണം എനിക്കറിയില്ല. യെസ് അതിനെ നിഗൂഢത അവർ പറയും രാഷ്ട്രീയ തലത്തിൽ നോക്കുക. ഡോക്ടർ ഷൈജിം, അതായത് ഞാനകത്ത് ATMകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഈ 2,15,000 ATMകൾ ഇതിൽ നഗരത്തിലേ ഉണ്ട് ഇത്ര, എനിക്ക് തോന്നുന്നു 1,00,000 സംതിങ്, ഗ്രാമങ്ങളിൽ ഏകദേശം 40,000 സംതിങ്. ഈ പറയുന്ന അതിൽ ഇത്രയും 2,15,000 പ്രവർത്തിക്കുന്നത് 30,000, ഏകദേശം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രവർത്തിക്കുന്നത് വെറും 30,000. ഇതിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇന്ന് ഇവർ അവകാശപ്പെടുന്ന ഒരു 50 ദിവസം കഴിയുമ്പോഴും അന്ന് നവംബർ 8-നും 9-നും 9-ാം തീയതി 9-നും 10-നും ഒക്കെ അനുഭവിച്ച അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം പറയാനുള്ളത്, RBI ഗവർണർ നേരത്തെ അവസാനത്തെ മോണിറ്ററി പോളിസി നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കണക്കുണ്ട്. അന്ന് പറഞ്ഞത് 4.5 lakhs crores പ്രിന്റ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ വിശ്വസിക്കാം. അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് അവകാശപ്പെടുന്നത്, ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞത് 6 lakhs crore 6 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള നോട്ടുകൾ പ്രിന്റ് ചെയ്ത് സപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രശ്നം തീരുന്നില്ല. 15 ലക്ഷം കോടിയോളം രൂപ പിൻവലിച്ച് ഇത്ര മാത്രമേ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ATM കാലിബ്രേഷൻ ചെയ്തതുകൊണ്ട് മാത്രം നോട്ട് അവൈലബിൾ ആവണമെന്നില്ല. ഇത്രയും നോട്ടുകൾ മാത്രം, ഏകദേശം 45% നോട്ടുകൾ മാത്രമേ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത്രയും നോട്ടുകൾക്ക് വേറൊരു പ്രശ്നം കൂടി സംഭവിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, ഇപ്പം കേരള ഗവൺമെൻറ് കൊടുത്ത മറുപടിയിൽ പറഞ്ഞ കാര്യം, RBI 500 രൂപ നോട്ടുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൂടുതലായിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് 2000 രൂപ നോട്ടുകൾ ഇപ്പോൾ തൽക്കാലം പ്രിന്റ് ചെയ്ത് നിർത്തിവെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ എന്താണ് 1400 കോടി രൂപ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ വേണ്ടുന്നതിൽ 600 കോടി രൂപ മാത്രമേ മറ്റന്നാൾ തരാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി കൊടുത്ത മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം ഗവൺമെന്റിന്റെ കുറ്റം മാത്രമല്ല, ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. 2000 രൂപ നോട്ടുകൾ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിയും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന ആൾക്കാർ ഇത് ക്രയം വിക്രയം നടത്താതിരിക്കുകയാണ്. കുറെ നമ്മൾ തന്നെ കണ്ടു, 70 കോടിയും 100 കോടിയും ഒക്കെ പലരുടെയും നിന്നും പിടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇത് അതാണ് ബാങ്കുകൾ പറ്റുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പലരും ടാസിറ്റ് കൊളൂഷനിലൂടെ അവർ തമ്മിൽ പലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് വരുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നതെന്നുള്ളതാണ്. എന്താ പറയാൻ പോകുന്നത്? പ്രധാനമന്ത്രി ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് പിൻവലിക്കാൻ പോകുന്നില്ല. യാതൊരു സംശയവും വേണ്ട, 100% വ്യക്തമാണ്. ഇത് പിൻവലിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയൊരു പോളിസി, മോണിറ്ററി ടാർഗറ്റിംഗ് നടത്തിയ ഒരു പോളിസി പെട്ടെന്ന് പിൻവലിക്കാൻ ചർച്ചയില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ 24,000 എന്നുള്ളതിന്റെ ലിമിറ്റ് ഒരുപക്ഷെ 26,000 30,000 ആക്കിയേക്കാം. 2,500 എന്നുള്ളത് 3,000 3,500 ആക്കിയേക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു വ്യക്തിക്ക് ഒരു ദിവസം 3,000 രൂപയിൽ കൂടുതൽ എത്ര വലിയ വ്യക്തിയായാലും ആവശ്യമില്ല ചിലവാക്കാൻ വേണ്ടി. അതുകൊണ്ട് അതിൽ നമുക്ക് തർക്കിക്കേണ്ട. ഇനി തർക്കമുള്ള ഒരു കാര്യമുണ്ട്, പലിശ നിരക്ക് കുറയാൻ പോവുകയാണ്. ഫെബ്രുവരിയിൽ അടുത്ത ഫെബ്രുവരിയിൽ നടത്തുന്ന മോണിറ്ററി പോളിസിയിൽ പലിശ നിരക്ക് 1% കുറയ്ക്കും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. എന്താന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടിയോളം രൂപ അധികമായിട്ട് റിസർവ് ബാങ്കിൽ വന്നിട്ടുണ്ട്. ഈ പണം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ഈ ഡിമാൻഡ് ക്രഞ്ച് ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് അത്, ആരാണ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്? നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ചു, ഈ പണം പോകാൻ പോകുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ബിഗ് ഇൻവെസ്റ്റേഴ്സിനായിരിക്കും പോകാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, സാധാരണ ജനം ഇനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഗോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല, ലാൻഡ് വാങ്ങിക്കാൻ പറ്റില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഫിസിക്കൽ അസറ്റ്സിലാണ്. മൊത്തം ഇൻവെസ്റ്റ്മെന്റ്, ഹൗസ് ഹോൾഡ്സിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 70%. ആ 70%ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ്സിൽ 75% ഫിസിക്കൽ അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നമ്മുടെ എക്കണോമിക് സർവേ പറയുന്നത്. അപ്പോൾ ആ 70% ഒന്നിൽ ഗോൾഡ് അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ നിയമപ്രകാരം വാങ്ങിക്കാൻ പറ്റത്തില്ല, വേണ്ടി പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വാങ്ങിക്കാം, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വാങ്ങിക്കാം. അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? അപ്പൊ ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ്സ് ചെയ്യാം. പക്ഷെ അവിടെ വിശ്വാസ്യത ആർജിച്ചെടുക്കണം. ഗവൺമെന്റ് ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ബഡ്ജറ്റിലൂടെ ആയാലും അവിടെ വിശ്വാസ്യത, ഫിനാൻഷ്യൽ സേവിങ്സിലെ വിശ്വാസ്യത വളർത്തിയെടുക്കാൻ, ആൾക്കാരുടെ ഇടയിൽ വളർത്തിയെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നാലേ ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആൾക്കാർ ഒരു ക്രൈസിസിലേക്ക് എത്തും. നമ്മൾ ഉണ്ടാക്കുന്ന പണം മുഴുവൻ ചെലവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജോർജ് ജോസഫ്, അതായത് നേരത്തെ ജോർജ് കുര്യൻ പറഞ്ഞു, അതായത് കേന്ദ്രത്തിന് റവന്യൂ വരുമാനത്തിലൊക്കെ വലിയ വർധനവ്, ഇവിടെ എന്തേ സംസ്ഥാനം ഇങ്ങനെ വിലപിക്കുന്നു? ആ ഒരു ചോദ്യത്തിന് മറുപടി
അർഹിക്കുന്നുണ്ടോ? ഒപ്പം ഈ പറഞ്ഞ രീതിയിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി പരിധി ഉയർത്തിയാൽ കൂടി 24,000 എന്ന 40,000-ലേക്കൊക്കെ മാറ്റുകയോ ഒക്കെ ചെയ്താലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമോ? ഇതിൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം താങ്കൾ കാണുന്നുണ്ടോ? ആദ്യം ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടി. അല്ല, പരിധി ഉയർത്താനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. എന്താന്ന് വെച്ചാൽ 24,000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് തന്നെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു, ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു, 24,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ 24,000 രൂപയെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾ എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ആ 24,000 രൂപ വെച്ച് പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ബാങ്കുകളുടെ ഉന്നത അധികാരികൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, നിയന്ത്രണം 24,000 രൂപയുടെ ഒന്നും നിയന്ത്രണം തൽക്കാലം നീക്കരുത്. കാരണം അങ്ങനെ നീക്കിയാൽ 40,000 50,000 ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കാശ് ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ക്രമസമാധാന പ്രശ്നം ബാങ്കുകളിൽ സൃഷ്ടിക്കും. അത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നോട്ടിൻ്റെ സപ്ലൈ ഇന്നും ശരിയായിട്ടില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുത ആരും കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇനിയും അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ കുറേ മാസങ്ങൾ കൂടി എടുക്കേണ്ടി വരും. നമുക്കറിയാം 7-8 മാസം കൊണ്ടാണ് ഈ 10 ലക്ഷത്തി ചില്ലാനും കോടി രൂപയുടെ വാക്വം, ഈ ഒരു ഇപ്പം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാക്വം ഒഴിവാക്കുന്നത്. അച്ചടിക്കുക എന്ന് പറയുന്നത് മാന്ത്രികോടി ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല, ഫിസിക്കലായിട്ട് തന്നെ അത് നമ്മൾ അച്ചടിച്ച് തന്നെ എടുക്കണം. അങ്ങനെ വരുമ്പോൾ അതിനെടുക്കുന്ന ടൈമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൺലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പരിധി ഉയർത്തുക എന്ന് പറയുന്നൊരു ഇത് പ്രതീക്ഷ ഞാൻ കാണുന്നില്ല. കാരണം അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് ബാങ്കിങ് മേഖല എത്തിക്കും. ജനം പെട്ടെന്ന് പൈസ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ ജീവനക്കാർക്ക് കഴിയില്ല. അത് ജീവനക്കാരെ ആക്രമിക്കുന്നതിലേക്ക് എത്തുമോ എന്ന ആശങ്ക ബാങ്കിൻ്റെ മേലധികാരികൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റേതുപോലെ ഇൻകം ടാക്സോ കോർപ്പറേറ്റ് ടാക്സോ വ്യക്തിഗത ഇൻകം ടാക്സുകളോ മറ്റു വരുമാനങ്ങളോ ഒന്നും സർക്കാരിനില്ല. കേരള സർക്കാരിനില്ല. ഇവിടെ കൊമേഴ്സ്യൽ ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. ബിവറേജസ് കോർപ്പറേഷൻ്റെ വരുമാനം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു. അവിടെ സെയിൽസിൽ ഈ നോട്ട് ക്രൈസിസ് മൂലം തന്നെ ഇടിവുണ്ടായിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലയും എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ മേഖലയിലും വ്യാപാരത്തിൻ്റെ തോത് താഴോട്ട് പോയിരിക്കുന്നു എന്ന് കച്ചവടക്കാരോട് ചോദിച്ചറിയാം. സ്വാഭാവികമായിട്ട് കൊമേഴ്സ്യൽ ടാക്സിനെ പ്രധാനമായി ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ റവന്യൂ ശോഷിക്കില്ലേ? അതിവിടെ ഈ ഐസക്കിൻ്റെ എന്തെങ്കിലും ഒരു കുറ്റമാണോ? മറ്റേ അപ്പുറത്ത് കിട്ടിയിരിക്കുന്നവർക്ക് പല രീതിയിൽ വരുമാനം ആ രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നടപടി മൂലം കുറച്ച് വരുമാനത്തിൻ്റെ വർധന അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷെ അതുപോലെ അല്ല കേരളത്തിൻ്റെ സാഹചര്യം. ആ സാഹചര്യങ്ങൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ കാണാതെ അത് ഇവിടെ എന്തോ ഒരു കെടുകാര്യസ്ഥ, അവിടെ കൂടിയില്ലേ, ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിക്കുന്നത് ഒരു സാമാന്യമായ ഒരു നീതിക്ക് നിരക്കുന്ന രീതി പ്രസക്തമായ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് ദുരിതമയമായ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഈ ദുരിതം കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കുകയാണ്. ജനങ്ങൾക്ക് കൂടുതൽ ദുരിതം ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഈ നോട്ട് അസാധുവാക്കിയതിൻ്റെ പിന്നിലുള്ള വരുമാന നഷ്ടം കൊണ്ട് ഒരാളുടെ ജോലി പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ 1-2 മാസത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു റിസർവ് ഒരുപക്ഷെ അയാളുടെ പക്കൽ കാണും, അല്ലെങ്കിൽ 2-3 മാസം പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ ആ 2-3 മാസം അല്ലെങ്കിൽ 1-2 മാസം പിന്നിട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാളെ ക്രൈസിസ്